ആരോഗ്യ ദിനത്തിൽ ഡോക്ടറിന് എന്താണ് പറയാനുള്ളത്? കാരണം ഇപ്പോഴത്തെ ഇറലെവൻ്റ് ആയിട്ടുള്ള ഈ ഒരു സൊസൈറ്റിയിൽ ഡോക്ടർ ഒരുപാട് പേഷ്യൻസിനെ കാണുന്നതാണ് എല്ലാ ദിവസവും. അപ്പോൾ ഈ ഒരു സമയത്ത് എന്ത് അഡ്വൈസാണ് കൊടുക്കാനുള്ളത് ആരോഗ്യവുമായി ബന്ധപ്പെട്ട്? അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഈ ഒരു ദിവസത്തിൽ ഡോക്ടറിന് എന്താണ് അഡ്വൈസ് കൊടുക്കാനുള്ളത്? എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ, അതായത് ഇപ്പം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നത് പെരിന്തൽമണ്ണയിലെ ഡോക്ടർക്കെതിരെയുള്ള ആക്രമണമാണ്. അപ്പോൾ സർക്കാർ സംവിധാനത്തിലുള്ള ഡോക്ടർമാർ അത് കുറച്ച് പേര് പ്രശ്നങ്ങളുള്ളവരായിരിക്കാം, പക്ഷേ 99% ആൾക്കാരും പൊതുജനങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഈ സംവിധാനത്തിൽ നിൽക്കുന്നതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ ശാസ്ത്രീയ മനോഭാവത്തോടു കൂടി തന്നെ സമീപിക്കുകയും അത് എന്തുകൊണ്ടാണ് ആ പ്രശ്നം വന്നത്, അല്ലെങ്കിൽ എന്തായിരുന്നു അതിൻ്റെ പ്രശ്നം എന്നുള്ളത് സമാധാനത്തോടെ സമചിത്തതയോടെ മനസ്സിലാക്കി അതിൽ പെരുമാറാനും നമുക്ക് പറ്റണം. അതായത് പൊതുജനങ്ങൾ ഞങ്ങളോടൊപ്പം നിന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു പൊതുജനാരോഗ്യ സംവിധാനം മെച്ചപ്പെട്ട രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ മീഡിയയ്ക്കും ഉള്ള റോള് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് മീഡിയ ആണ് ഞങ്ങളുടെയും ജനങ്ങളുടെയും ഇടയിലുള്ള ആ ഒരു ചാനൽ എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാനും, അതല്ല പിന്നീട് നമുക്കൊരു തെറ്റ് പറ്റിയാൽ പോലും അത് ഡോക്ടറാവട്ടെ, മീഡിയ ആവട്ടെ, പൊതുജനങ്ങളാവട്ടെ, ഞാൻ പറഞ്ഞല്ലോ, തുറന്ന മനസ്സോടെ എന്തിനേയും സ്വീകരിക്കുക. എനിക്ക് തെറ്റുപറ്റിയെങ്കിൽ എനിക്ക് തെറ്റുപറ്റിയെന്ന് ഞാൻ അഡ്മിറ്റ് ചെയ്യാം. ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നത് നിങ്ങൾ ആ രീതിയിൽ ഉൾക്കൊള്ളുകയും വേണം. അതാണ് പ്രധാനം. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു മരുന്ന് ഡെവലപ്പ് ചെയ്തു, ജനങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ഈ പോസ്റ്റ് മാർക്കറ്റിംഗ് സർവൈലൻസിൻ്റെ ഭാഗമായിട്ട് പിന്നീട് ആ മരുന്നിന് എന്തെങ്കിലും ഒരു സൈഡ് എഫക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ മരുന്ന് മാർക്കറ്റിൽ നിന്ന് വിഡ്രോ ചെയ്യുകയാണ്. അപ്പോൾ ആ വിഡ്രോ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ മരുന്ന് ഉണ്ടാക്കിയ കമ്പനി പൂട്ടുക എന്നുള്ളതല്ല. അതായത് അവർ അത് ഫോളോ അപ്പ് ചെയ്തത് കൊണ്ടാണ്, അത് അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ആ പ്രശ്നം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുകയും, അപ്പോൾ അതൊരു എന്താ പറയുക, ഒരു ശാസ്ത്രീയമായ രീതിയാണത്. അപ്പോൾ പലതിനും ശാസ്ത്രീയമായ രീതിയുണ്ട്. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിന് ഒരു എൻക്വയറി, അതൊരു ശാസ്ത്രീയമായ രീതിയിലുള്ളൊരു എൻക്വയറിയാണ്. എന്തൊക്കെയാണ് അതിൽ പോസിബിളായിട്ടുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ അതിന് പകരം എന്താ പറയുക, ഡോക്ടർമാരെ ഒരു ക്രിമിനലുകളെ പോലെ കാണുന്ന ഒരു രീതിയിലേക്ക് വരുമ്പോൾ ഡോക്ടർമാരിൽ പൊതുവേ ഒരു മടുപ്പുണ്ടാവും. അപ്പോൾ അവർ ഈ സാധാരണ നിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇടപെടാനായിട്ട് അവരും ഒരു വിമുഖത കാണിക്കും. ഇപ്പോൾ നിങ്ങൾക്കൊരു ട്രീറ്റ്മെൻറ്റ് ആവശ്യമായിട്ട് വരുമ്പോൾ നമ്മൾ എന്താ പറയുക, ചിലപ്പോൾ നമുക്ക് എവിഡൻസ് ഉള്ള കാര്യമായിരിക്കത്തില്ല. ഒരു ഡോക്ടറുടെ എക്സ്പീരിയൻസിൽ നിന്ന് ഇവോൾവ് ചെയ്യുന്ന പല കാര്യങ്ങളും രോഗികൾക്ക് ഉപകാരപ്രദമാവാറുണ്ട്. അതിനെപ്പോഴും ഈ പറയുന്ന പോലെ ഒരു സയൻറ്റിഫിക് ബാക്കപ്പൊക്കെ കാണണം എന്നില്ല, പക്ഷേ അവർ വർഷങ്ങളോളം ആർജിച്ച ആ എക്സ്പീരിയൻസ് വളരെ പ്രധാനമാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് നമുക്കത് യൂസ്ഫുൾ ആവുന്നത് എന്നുള്ളത് നമ്മൾ, അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്താ പറ്റുക എന്ന് വെച്ചാൽ, ഡോക്ടർ എപ്പോഴും ഡോക്ടറുടെ സൈഡ് സേഫ് ആക്കാനാണ് ശ്രമിക്കുക. പക്ഷെ പലപ്പോഴും നമുക്കിപ്പോൾ ആളിൻ്റെ കുറവൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ അർജൻറ്റായിട്ടൊരു പേഷ്യൻ്റ്, എമർജൻസി ആയിട്ടൊരു പേഷ്യൻ്റ് വരുമ്പോൾ ഈ സൗകര്യങ്ങളില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് സപ്പോർട്ടിങ് സ്റ്റാഫ് ഇല്ല, അല്ലെങ്കിൽ വേറെ സൗകര്യങ്ങളില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളാരും മാറി നിൽക്കാറില്ല. എല്ലാവരും പേഷ്യൻ്റ് കൊടുക്കാനുള്ള കെയർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൽ എന്താ പറയുക, നമ്മൾ ഈ ഇപ്പം ഇൻസ്ട്രുമെൻറ്റ്സ് മറന്നു വെച്ച സംഭവം പറയുന്നു. നമ്മുടെ ഇവിടെ ആകെ 1-2 സംഭവങ്ങൾ, നമ്മൾ എത്രയാണ് 11 കേസസൊക്കെയാണ്, 101 കേസാണ് NIH കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരവിടെ ചെയ്യുന്നത് ഡോക്ടർക്കെതിരെ നടപടിയെടുക്കുക എന്നുള്ളതല്ല, അവർ ചെയ്യുന്നതിൻ്റെ റൂട്ട് കോസ് അനാലിസിസ് ചെയ്യും, എന്തുകൊണ്ട് അത് സംഭവിച്ചു. അപ്പോൾ ആ സംഭവിച്ച കാര്യത്തിന് വേണ്ടി ആ സ്റ്റെപ്സ്, അതായത് സ്റ്റാർട്ടിങ് സ്റ്റെപ്പ് തൊട്ട് അവർ അനലൈസ് ചെയ്തിട്ട് എവിടെയൊക്കെയാണ് കുറവുകളുള്ളത്, എവിടെയൊക്കെയാണ് പ്രശ്നങ്ങളുള്ളത്. അപ്പോൾ അത് നോക്കിയിട്ട് അത് കറക്റ്റ് ചെയ്യുക. അത് കറക്റ്റ് ചെയ്താലേ ഇത് കറക്റ്റഡ് ആവുള്ളൂ. അപ്പോൾ അത് കറക്റ്റ് ചെയ്യാനുള്ള ശ്രമം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ പ്രശ്നങ്ങളെ സമീപിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ കാലക്രമത്തിൽ കുറഞ്ഞു തന്നെ വരും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനാണ് ഞങ്ങൾ 100% ശ്രമിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞ ഇപ്പം മറ്റേ കൗണ്ട് നോക്കുക എന്നുള്ളത് അല്ലാതെ നമ്മളിപ്പോൾ സർജറി ചെയ്ത് അതെന്താ ഡോക്ടർക്ക് അറിഞ്ഞൂടെ ഈ സാധനം അയാൾ അതിനകത്ത് വെച്ചതെന്ന്. ഒരു സർജറി ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ഈ കൗണ്ട് എണ്ണിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അയാൾക്ക് സർജറിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റില്ല. അതിനാണൊരു സിസ്റ്റം. അത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൊരു സിസ്റ്റമാണത്. അതിനൊരു സർജിക്കൽ ചെക്ക് ലിസ്റ്റ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അത് സ്ക്രബ് നേഴ്സ് വേണം, ഫ്ലോർ നേഴ്സ് വേണം. അപ്പോൾ അവർ എണ്ണി തിട്ടപ്പെടുത്തി ആ എണ്ണം കറക്റ്റാണെന്ന് പറയുമ്പോഴാണ്. അല്ലാതെ വെറുതെ നമുക്കൊരു അബ്ഡോമിനകത്തൊന്നും ഇട്ട് നമുക്ക് നോക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അതിനകത്തുള്ള ഓർഗൻസൊക്കെ വളരെ സോഫ്റ്റും
ട്രോമ വരാൻ സാധ്യതയുള്ളതുമാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ളത് അത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആയതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു സിസ്റ്റം തന്നെ ഉണ്ടാക്കി. അപ്പോൾ അതിലെന്തെങ്കിലും ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അപ്പോഴാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മളൊരു ചെക്ക് എക്സ്റേ എടുക്കുകയോ അല്ലെങ്കിൽ ഒരു സിയാം യൂസ് ചെയ്ത് നോക്കുകയോ ഒക്കെ ചെയ്തിട്ട് അത് നമ്മൾ സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ അല്ലാതെ ഒരിക്കലും അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഓരോന്നിനും ഒരു ശാസ്ത്രീയമായ ഒരു അടിത്തറയുണ്ട്. അപ്പോൾ അതെന്താണ് അതിനുള്ള കാരണം എന്നുള്ളത് നമ്മളൊരു ഇത്തിരി ഒരു സമാധാനത്തോടു കൂടി കേൾക്കാൻ തയ്യാറാവുക, സമാധാനത്തോടു കൂടി ചിന്തിക്കുക. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.